ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നറിയാം. ഇന്ന് ഞാൻ എൻ്റെ ഫേസ്, സ്കിന്ന്, ഹെയർ ഫുള്ളൊന്ന് മന്ത്ലി വൺസ് നമ്മൾ ചെയ്യും. മന്ത്ലി വൺസ് ഓർ 15 ഡേയ്സ് ഓർ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു സ്കിൻ കെയർ, നമ്മുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുന്നത്, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതായിരിക്കും. ഒരുപാട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളുള്ളിൽ തന്നെ നമുക്ക് വരുന്നതുകൊണ്ടിട്ട് നമുക്ക് തോന്നും. അപ്പം ഞാൻ കുറേ നാളെ ത്രെഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നടന്നില്ല. അവസാനം ഞാൻ എൻ്റെ ഫേസ് റൈസർ കൊണ്ട് തന്നെ ത്രെഡ് ചെയ്തപ്പോൾ ഒരു സൈഡിൽ ഇച്ചിരി ഒന്ന് ഫ്ലോപ്പായി. അത് കുഴപ്പമില്ല, സാരമില്ല. കാരണം ഞാൻ ഐബ്രോസ് ചെയ്യുന്നതുകൊണ്ട് ഐബ്രോ ചെയ്യുമ്പം അതൊന്ന് ഇതായിക്കോളാം. അപ്പോൾ ഏത് ഐബ്രോസാണ് തെറ്റായി പോയതെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഫേസ് റൈസർ കാർമിസൈഡ് ഒരു ഫേസ് റൈസറാണ്. നല്ല അടിപൊളി ഫേസ് റൈസറാണത്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഫേസ് റൈസ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫേസ് റൈസ് ചെയ്തുകൊണ്ട് റൈസർ കഴിഞ്ഞിട്ട് ഫേഷ്യൽ ഹെയർ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് മാസ്ക് ഇടും. അത് ഞാൻ ഇതുപോലത്തെ ഏതെങ്കിലും ഫേസ് മാസ്ക് ആയിരിക്കും. ഒന്നെങ്കിൽ ഫോക്സലിൻ്റെ ഫേസ് മാസ്കാണ് കൂടുതലും ഞാൻ ഇടുന്നത്, ഇല്ലെങ്കിൽ പിൽഗ്രീമിൻ്റെയാണ് കൂടുതലും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നോക്കിയപ്പം അന്നേരം കിട്ടിയില്ല. അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയില്ല ഒരു റെഡ് ക്ലേ മാസ്ക് ആയിരുന്നു. അപ്പോൾ അത് റെഡി ടു യൂസ് മാസ്ക് ആയതുകൊണ്ട് ഞാൻ അത് ഫേസിൽ അപ്ലൈ ചെയ്തു. അതും നല്ലൊരു ഫേസ് മാസ്കാണ്. നല്ലൊരു ഹൈഡ്രേഷനും നമുക്ക് നല്ലൊരു പ്ലംപിനെസ്സും കിട്ടുന്നൊരു ഫേസ് മാസ്കാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് കൂടുതൽ പ്രോഡക്റ്റും ഈ റെഡ് പിങ്കിഷ് കളറിലുള്ള പ്രോഡക്റ്റാണ് ഞാൻ കൂടുതൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടപ്പോഴേ ഞാൻ അത് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ഫേസ് മാസ്ക് ഇടുന്നുണ്ട്. ഫേസിലും നെക്കിലും എല്ലാം അത്യാവശ്യം ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ ഫേസ് മാസ്ക് ഒന്നും വെക്കത്തില്ല. കാരണം നേരത്തേക്ക് ഒരുപാട് നേരം ഫേസ് മാസ്ക് ഒക്കെ വെച്ച് ഒരുപാട് ഇറിറ്റേഷൻ വന്നതാണ്. അപ്പോൾ ഇപ്പം റെയിനി സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടെ നമ്മുടെ സ്കിൻ കെയർ ഒന്ന് ചെയ്ത് നല്ലൊരു മണവും കൂടാണ്. കാരണം ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ലെഗ്സിലാണ് കൂടുതൽ യൂസ് ചെയ്തത്. ലെഗിലും ഞാൻ ഫുട്ടിലുമൊക്കെ മാസ്ക് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള ഫേസ് മാസ്ക് ഒക്കെയാണ് ഞാൻ ലെഗിലൊക്കെ ഇടാറുള്ളത്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് ഞാനങ്ങ് ഫേസിലിട്ടതാണ്. ഓക്കെ, അതിൻ്റെ നമ്മൾ ഫേസ് മാസ്ക് ഏത് ഫേസ് മാസ്ക് ഇട്ടാലും എന്തെങ്കിലും ലിപ് ബാമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ലിപ് സ്ക്രബോ ഇല്ലെങ്കിൽ നെയ്യ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ നമ്മൾ ഫേസ് മാസ്ക് ഇടുമ്പോൾ ലിപ്സ് ഡ്രൈ ആവും. കാരണം ഡീഹൈഡ്രേറ്റ് ആവാതെ ഡ്രൈ ആവും. അപ്പോൾ ഞാനൊരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു സ്ലീപ്പിംഗ് മാസ്കാണ് ഇടുന്നത്. ഇതെൻ്റെ 3rd or 4th ബോട്ടിലാണ് കേട്ടോ. ഇതും ലേനേജിൻ്റെ ലിപ് മാസ്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മാസ്കാണ്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കൊണ്ട് ഫേസ് വാഷ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഫേസിൽ ഒരു ഷീറ്റ് മാസ്കാണ്. അപ്പോൾ അങ്ങനെ ഫേസ് ഷോപ്പിൻ്റെ ഷീറ്റ് മാസ്കാണ് എടുത്തത്, ഗ്രീൻ ടീയുടെ. അതെടുത്തപ്പോഴാണ് NYBയുടെ ഒരു ഐ പാച്ചുള്ള മാസ്കും അതുപോലെ ലിപ്പ് മാസ്കും ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഇത് നമുക്ക് പാക്ക് ഓഫ് 4 ആണ്. രണ്ടും കിട്ടും. നമ്മൾ ഈ ബോക്സിലൊക്കെ നേരത്തെ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ലിപ്പ് മാസ്കും ഐ മാസ്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡബ്ബയായിട്ട് വാങ്ങിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ പാച്ചസ് ആയിട്ട് കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇത് എനിക്ക് തോന്നുന്നു അണ്ടർ 200 ആണ് ഈ പാച്ചസ്. ഇതിന് പ്രത്യേകിച്ച് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. NYBയുടെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് രണ്ടും സാധാരണ ഐ പാച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ബ്രൈഡൽസ് ഒക്കെ ആണെങ്കിൽ ബ്രൈറ്റ് ടു ബി ഒക്കെ ആണെങ്കിലും ഗ്രൂം ടു ബി ഒക്കെ ആണെങ്കിലും ഐ പാച്ചസ് ലിപ്പ് പാച്ചസ് ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ NYBയുടെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ആ വലിയ ഈ MCAFEയുടെ, സ്വിസ് ബ്യൂട്ടിയുടെ, അതേപോലെ പിക്സിൻ്റെ ഒക്കെ ഐ പാച്ചസ് അത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമില്ലാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അല്ല വേറൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഞാൻ ഐ പാച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഞാൻ ലിപ്പറ്റിൻ്റെ ഇട്ടിട്ടുണ്ട്. വേറെ 2 പ്രോഡക്റ്റ് ഇടാനിരിക്കുന്നുണ്ട്. അപ്പോൾ NYBയുടെ ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ഇതേപോലത്തെ അപ്പം വീഡിയോ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഷോർട്സായിട്ടോ ഇല്ല വീഡിയോസായിട്ടോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ ലിപ്പ് പാച്ചസ് ആയാലും അടിപൊളി ക്വാളിറ്റിക്ക് ഒരു ഇതുമില്ല. അങ്ങനെ ഫ്രേഗ്രൻസോ അങ്ങനെ ഒന്നും ഫ്രേഗ്രൻസ് ഫ്രീ ഒക്കെയാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രോപ്പർലി നോക്കിയപ്പം ഐ പാച്ചസിൻ്റെയും ഇതിൻ്റെയും ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ട് ഇരിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അത് സ്റ്റോക്കിൽ വരികയും ചെയ്തു. അഫോർഡബിളായിട്ട് എനിക്ക് തോന്നുന്നു പർപ്പിളിൽ അത്യാവശ്യം കുറേ പ്രോഡക്റ്റൊക്കെ അഫോർഡബിളായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ
അന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. അതുപോലെ ഈ 2 പ്രോഡക്റ്റിന് ഈ ഐ പാച്ച് NYBയുടെ ഐ പാച്ചിൻ്റെയും അതേപോലെ ലിപ് മാസ്കിൻ്റെയും റിവ്യൂ വേണമെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഷീറ്റ് മാസ്കാണ്. ഏത് ഷീറ്റ് മാസ്ക് ആയാലും നമ്മുടെ ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന നല്ലൊരു റിലാക്സേഷൻ. കാരണം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതായതുകൊണ്ട് നല്ലൊരു റിലാക്സേഷൻ. അതേപോലെ മാസ്ക് ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലോണം നമുക്ക് സ്കിന്നിൽ ഇപ്പോൾ എന്ത് നമ്മൾ കൊടുത്താലും നല്ലോണം സ്കിൻ നല്ലോണം ഒന്ന് അബ്സോർവ് ചെയ്യും. അപ്പോൾ ഞാൻ ഗ്രീൻ ടീയുടെ ഫേസ് ഷോപ്പിൻ്റെ ഗ്രീൻ ടീയുടെ ഒരു ഫേസ് മാസ്കാണ് അപ്ലൈ ചെയ്തത്. നമ്മൾ ഫേസ് മാസ്ക് ഇച്ചിരി ലാർജായിരിക്കും. ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫേസിലിരിക്കുന്നതായിരിക്കും. എത്ര പേര് ഫേസ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഒരുപാട് പേര് ഇതൊന്നും ട്രൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ടാബ്ലറ്റായിട്ടും ഇത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട് ഏതെങ്കിലും നമുക്ക് ഹൈഡ്രേഷനായിട്ടുള്ള പ്രോഡക്റ്റിലിട്ട് ഗ്ലിസറിനോ അങ്ങനെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്കൊക്കെ അത് ഡയറക്റ്റ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, നാച്ചുറൽ പ്രോഡക്റ്റ് അലർജി ഉള്ളവരും ഉണ്ട്, അലർജി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും വെളിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് അവരുടെ ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും അവരുടെ സ്കിൻ ബോഡി ഒന്ന് റിലാക്സ് ആവാനും ഇങ്ങനെ ഷീറ്റ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 10 മിനിറ്റ് 10-15 ഷീറ്റ് മാസ്ക് ഒരു 10-15 കാരണം സിറംസ് ഒക്കെ നല്ലോണം അബ്സർവ് ആവാൻ. അതുപോലെ ആ പാക്കേജിൽ വരുന്ന എക്സ്ട്രാ സിറം ഞാൻ എൻ്റെ എൽബോസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ഇഷ്ടം ഷീറ്റ് മാസ്കിനകത്ത് ഇഷ്ടംപോലെ സിറമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സോറി കേട്ടോ, ഇത്രയും ഷീറ്റ് മാസ്ക് വെച്ച് ഇത്രയും സിറമുണ്ട്, എക്സ്ട്രാക്റ്റ് ഉണ്ടായിരുന്നു. അത് ഫുൾ നമ്മൾ ഈ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നല്ലോണം നമ്മുടെ ഫേസിൽ അബ്സർവ് ആവും. കാരണം ഇന്ന് അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോസിനെസ്സും നല്ലൊരു ഫ്രഷ്നെസ്സും നമുക്ക് തോന്നും, നല്ലൊരു ഹൈഡ്രേഷൻ തോന്നും. അപ്പോൾ ആ ലിപ് മാസ്കിലെ സിറം ഞാൻ കുറച്ചത് ലിപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്സും നല്ലൊരു ഹൈഡ്രേഷനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഉറങ്ങാനും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ മന്ത്ലി വൺസ് ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതേപോലെ ബ്രൈഡൽസൊക്കെ ആണെങ്കിൽ ഒരു 2 മാസത്തിന് മുമ്പേ, എന്തായാലും കല്യാണമൊക്കെ 2 മാസത്തിന് മുമ്പേ 3 മാസത്തിന് മുമ്പേ ഒക്കെ നിശ്ചയമൊക്കെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫേഷ്യൽ ചെയ്യണമെന്നോ അങ്ങനെ നിർബന്ധം. നമ്മുടെ ഫേസ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടിക്കാണും, നല്ലൊരു എന്താ പറയുക, ഒരു സ്കിന്നിനൊക്കെ ഒരു ജീവൻ. അപ്പോൾ ഞാൻ ആ സിറം ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു ചെറുതായിട്ടൊരു സ്കിൻ മസാജും കൊടുക്കുന്നുണ്ട് എൽബോസിലും ചിൻ ഏരിയയിലൊക്കെ. അപ്പോൾ ഒരുപാട് സ്കിന്നൊക്കെ ഒരുപാട് സാഗി ആവാതിരിക്കും. അതേപോലെ ഫേസ് നല്ലൊരു ഫേസ് ഫ്രെയിമിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഫുൾ ഞാൻ ഇത് ഇടയ്ക്ക് മന്ത്ലി വൺസാണ് ചെയ്യുന്നത്. സപ്പോസ് ചിലപ്പോഴെന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 15 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അന്നേരം ചെയ്യുന്നതായിരിക്കും ഇതേപോലത്തെ. അപ്പോൾ ഇത് സിറം ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അബ്സർവ് ആവാൻ വിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല നല്ലൊരു ഗ്ലോസിനെസ് ഒക്കെ തരുന്നുണ്ട്. ഈ വിൻ്റർ ടൈമിലൊക്കെ നമ്മളിങ്ങനെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലൊരു ഹൈഡ്രേഷനായിട്ടിരിക്കും. നെക്സ്റ്റ് ഫേസ് ഫുൾ അതൊന്ന് അബ്സർവ് ആവാൻ വിട്ടിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് അത് അബ്സർവ് ആവാൻ വിട്ട് കഴിച്ചിട്ട് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീം ഞാനിപ്പോൾ ഒരു 2 വീക്ക് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രീം എന്തായാലും ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു വേണ്ട, സ്കിപ്പ് ചെയ്യുന്നില്ല. കാരണം എന്തായാലും ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും വരാൻ പോകുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ ആ മോയ്സ്ചറൈസറും കൂടെ അപ്പം എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസറും കിട്ടും, ഒരു എന്താ പറയുക, ഒരു ഹൈഡ്രേഷനും കിട്ടും. അത് റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയുകയും ചെയ്യാം സിറമിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം. ഇതിൻ്റെ ഫുൾ ഓൺ റിവ്യൂ ഞാൻ എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സിറമായിട്ട് അത് നല്ലോണം അബ്സോർവ് ആവുന്നുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറും വരുന്നുണ്ട്, നല്ലോണം ഉറക്കം വരുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും സ്കിന്നിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് നമുക്ക് വേണ്ടി കുറേയൊക്കെ സമയം നമ്മൾ എടുക്കുമ്പം ആ സ്കിൻ നമുക്ക് അതുപോലൊരു റിയാക്ഷൻ, നമ്മുടെ ബോഡി അതുപോലൊരു റിയാക്ഷൻ തരുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്ത ക്രീമിൽ നല്ലൊരു മണമുണ്ട് കേട്ടോ, ഒരു നല്ലൊരു മണമുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഫേസ് അത് ഫുൾ അബ്സർവ് ചെയ്യാൻ വിട്ടിട്ട് അടുത്ത ലിപ് ബാം മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ സ്ലീപ്പിംഗ് മാസ്കും കൂടെ ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാനായിട്ട്. നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഹെയറും കൂടെ നമുക്ക് ഒരു സിറം ഇട്ടൊന്ന് ഡെയിലി ചെയ്യുന്നുണ്ട്. ഞാൻ സ്കാൽപ്പിൽ നിന്ന് ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് സ്കാൽപ്പ് ഒന്ന് ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ സ്കാൽപ്പ് സിറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലെങ്ത്തിൽ ഞാൻ കുറച്ച് സിറം ഒന്ന് അപ്ലൈ ചെയ്യുന്നത്, കാരണം നമ്മൾ കിടക്കാൻ പോയാണ്, നൈറ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിനി പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല, ജോലിയൊന്നുമില്ല. ഹെയറിൽ നിന്ന് ചെറുതായിട്ട് ഒരു ഹെയർ സിറം ഒന്ന് അപ്ലൈ ചെയ്തിട്ട്
ഞാൻ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്രത്യേകം പ്രത്യേകം വീഡിയോ വേണം, അതേപോലെ ഷോർട്സ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നതും. അതിൽ ഐ പാച്ചസും ലിപ് മാസ്കേ ഉള്ളൂ വേറെ. പിന്നെ അതുപോലെ ഈ ഒരു സിലിക്കോൺ ഹെയർ മാസ്ക് ഞാൻ ഇട്ടിട്ട് ഉറങ്ങാൻ പോകണം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനിത് മിക്കവാറും ചെയ്യുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്യുക. ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ബ്രൈഡ് ടു ബി ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് എനർജറ്റിക് ആവുക. ഓക്കെ, ബൈ, ലവ് യു.